കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ ഇപ്പോൾ പുറത്തുവരുന്നത് നാടകീയമായ വിവരങ്ങളാണ്. അർദ്ധരാത്രിയിൽ ഹോട്ടൽ മുറി വളഞ്ഞ് നടത്തിയ അറസ്റ്റിന് പിന്നാലെ അന്വേഷണ സംഘത്തെ പോലും കുഴപ്പിച്ച അത്യപൂർവമായ ചില നടപടികളാണ് പത്തനംതിട്ട AR ക്യാമ്പിൽ നടന്നത്. രാഹുലിന്റെ നിസ്സഹരണം മറികടക്കാൻ പോലീസിന് ഗസറ്റ് ആയുധം പുറത്തെടുക്കേണ്ടി വന്നു. പാലക്കാട്ടെ KPM റീജൻസി ഹോട്ടലിൽ വെച്ചായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിലാകുന്നത്. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിലാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ മിന്നൽ നീക്കം നടന്നത്. പോലീസിനെ കണ്ട വാതിൽ തുറക്കാൻ പോലും രാഹുൽ ആദ്യം തയ്യാറായില്ല. ഒടുവിൽ പോലീസ് നിർബന്ധപൂർവ്വം അകത്തു കയറി രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഘട്ടത്തിലാണ് അസാധാരണമായിട്ടുള്ള ചില സംഭവങ്ങൾ അരങ്ങേറുന്നത്. അറസ്റ്റ് മെമ്മോയിലും ഇൻസ്പെക്ഷൻ മെമ്മോയിലും ഒപ്പിടാൻ രാഹുൽ തയ്യാറായതേ. പോലീസിന്റെ നടപടികളോടുള്ള പ്രതിഷേധമെന്ന നിലയിലായിരുന്നു ഈ നീക്കം. സാധാരണഗതിയിൽ പ്രതി ഒപ്പിടാത്തത് പോലീസിനെ പ്രതിസന്ധിയിലാക്കാറുണ്ട്. എന്നാൽ ഇവിടെ അന്വേഷണ സംഘം മറ്റൊരു വഴി കണ്ടെത്തി. രാഹുൽ ഒപ്പിടാൻ തയ്യാറല്ല എന്നും അന്വേഷണവുമായി നിസ്സഹരിക്കുകയാണെന്നും ഗസറ്റഡ് ഉദ്യോഗസ്ഥരെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് പോലീസ് നടപടി പൂർത്തിയാക്കിയത്. ഇത് അന്വേഷണ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ ഒന്നായിരുന്നു. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും രാഹുൽ ഒപ്പിടാൻ വഴങ്ങിയില്ല. എന്നാൽ ഒപ്പിടാത്തതിന്റെ പശ്ചാത്തലത്തിൽ ഗസറ്റഡ് ഓഫീസർ എത്തിച്ച് സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. രാഹുലിന്റെ അറസ്റ്റ് ബന്ധുക്കൾ അറിഞ്ഞുവെന്ന കാര്യം രാഹുലിനെ സന്ദർശിക്കാനെത്തിയ ബന്ധുവിൽ നിന്നും എഴുതി വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ലൈംഗിക പരാതിയിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുലിനെ ഇന്ന് ഹാജരാക്കാനായിട്ട് തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപ് ഉത്തരവിട്ടിട്ടുണ്ട്. പ്രതിഭാഗം നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കവെയായിരുന്നു ഉത്തരവെത്തിയത്. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം ജാമ്യാപേക്ഷയിൽ വിധി പറയുകയായിരിക്കും. കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രാഹുലിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ അപേക്ഷയും സമർപ്പിക്കും. 7 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടും എന്നാണ് സൂചന. ശനിയാഴ്ച രാത്രി പാലക്കാട് നിന്നും അറസ്റ്റ് ചെയ്ത രാഹുലിനെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടെ ചുമതലയുണ്ടായിരുന്ന പത്തനംതിട്ട കോടതിയിലാണ് ഹാജരാക്കിയത്. തുടർന്ന് മാവേലിക്കര സബ് ജയിൽ റിമാൻഡ് ചെയ്തു. പ്രതിഭാഗം സമർപ്പിച്ച ജാമ്യ ഹർജിയും മറ്റ് വിവരങ്ങളും പത്തനംതിട്ടയിൽ നിന്നും തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പ്രത്യേക ദൂതൻ വഴി തിങ്കളാഴ്ച എത്തിച്ചിരുന്നു. ഉച്ച കഴിഞ്ഞാണ് കേസ് പരിഗണിച്ചത്. അതേസമയം അറസ്റ്റിനെ ചൊല്ലി രാഷ്ട്രീയ ചേരികളിൽ തർക്കം മുറുകുമ്പോൾ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മ രംഗത്തെത്തിയത് ഏറെ ശ്രദ്ധ നേടുകയാണ്. രാഹുലിനെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങൾ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് ഇവരുടെ പക്ഷം. ആരോപണങ്ങളിൽ കുടുക്കി രാഹുലിനെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും സത്യം വൈകാതെ പുറത്തുവരുമെന്നും അവർ പ്രത്യാശയും പ്രകടിപ്പിച്ചു. കോൺഗ്രസ് ഔദ്യോഗികമായി രാഹുലിനെ പുറത്താക്കിയെങ്കിലും പാർട്ടിയിലെ ചില നേതാക്കൾ ഇപ്പോഴും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു എന്നത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചില ചർച്ചകൾക്കും വഴിവെക്കുകയാണ്. എന്തായാലും മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന രാഹുലിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്.